രാവിലെ തൊട്ടിരിക്കാൻ തുടങ്ങിയത് ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട്. ഒരു കഥ തന്തു ഒന്ന് വീഴുന്നില്ലല്ലോ ഭഗവാനേ. ഒരു നല്ല കഥ ഇട്ട് തരൂ നീ. ഒരു ത്രെഡ് തരൂ, ഞാൻ എഴുതി പിടിച്ച് കയറിക്കോളാം അതിന്ന്. എന്തെഴുതും, എങ്ങനെ എഴുതും, എവിടെ തുടങ്ങും? സുഹൃത്തെ, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കഞ്ചാവ് വീടിയല്ലേ? ഒരെണ്ണം എടുത്ത് കത്തിച്ച് വലിക്കൂ. അതാരാ ഇത്? കഞ്ചാവ് വീടിയാണ്, ഞാൻ വാങ്ങിക്കാറുമുണ്ട്, ഇവിടെ വെക്കാറുമുണ്ട്. പക്ഷെ ഇതേവരെ വലിച്ചിട്ടില്ല, അതെനിക്ക് ഇഷ്ടമല്ല. അതാ. വലിക്കൂ സുഹൃത്തെ. ഒരു കഞ്ചാവ് വീടി ആഞ്ഞു വലിച്ചാൽ നിങ്ങളുടെ പേരത്തുമ്പിലേക്ക് അനർഗള നിർഗളമായി കഥകളും കവിതകളും ഒഴുകി വരും. ആണോ? എന്നാലും വേണ്ട, കഞ്ചാവല്ലേ അത്. ശരി, എടുക്കൂ. ഒരു ബീഡി കയ്യിലേക്ക് എടുക്കൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? പിന്നെ ചുണ്ടത്ത് വെക്കൂ, കത്തിക്കൂ, തീ പകരൂ. ഇനിയൊന്ന് ആഞ്ഞിരുത്തി വലിച്ച് എന്താ ഉന്മാദം. ഒരു പുക കൂടി എടുക്കും. ആസ്വദിച്ചു വലിക്കൂ. മതി, ഇപ്പൊ നിങ്ങൾ കഥ എഴുതാൻ പ്രാപ്തനായി. എടുക്കൂ, നിങ്ങളുടെ പാഡ് എടുക്കൂ, പേനയെടുക്കൂ, എഴുതൂ. രാമു ഒരു മരം വെട്ടുകാരനായിരുന്നു. ആ നാട്ടിലെ യുവതികൾക്കെല്ലാം രാമു പ്രിയപ്പെട്ടവനായിരുന്നു. നമസ്കാരം. ആരാ? രാമു. ഏത് രാമു? മരം വെട്ടുകാരൻ രാമു. ഇപ്പൊ എഴുതിയില്ലേ കഥാപാത്രം? ഓ, ഞാനിപ്പോ എഴുതിയ കഥാപാത്രം? അതെ. ആ രാമു ആണല്ലേ? അതെ. ഓ, അവിടെ നിൽക്കൂ. സന്തോഷം. അങ്ങനെ രാമു മരം വെട്ടുവാനായി വനത്തിലേക്ക് പോയി. വനത്തിലൂടെ നടന്ന് നടന്ന് രാമു അതാ ഒരു നല്ല വൃക്ഷം കണ്ടു. ആ വൃക്ഷത്തിലിരുന്ന് മരം വെട്ടുമ്പോൾ രാമുവിൻ്റെ കോടാലി ഒരു കുളത്തിൽ പോയി. അയ്യോ, എന്റെ കോടാലി പോയേ! രാമുവിൻ്റെ കോടാലി കുളത്തിൽ പോയപ്പോൾ രാമു ദുഃഖിച്ച് ഓടി വന്നു. സാറേ, എന്റെ കോടാലി ഞാൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോ ആ കുളത്തിലേക്ക് തെറിച്ചു പോയി സാറേ. എന്റെ ആകെയുള്ളൊരു ജീവിതമാർഗമായിരുന്നു സാറേ. എങ്ങനെയെങ്കിലും എന്റെ കോടാലി തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഞാനാകെ പെട്ടുപോകും സാറേ. വിഷമിക്കണ്ട, ഇനിയാണ് കഥയുടെ ട്വിസ്റ്റ് കിടക്കുന്നത്. ആരും എഴുതാത്തത്, ആരും ചിന്തിക്കാത്തതുമായ ഒരു ട്വിസ്റ്റാണ് ഇനി ഞാൻ എഴുതാൻ പോകുന്നത്. വനത്തിൽ നിന്നും ജലദേവത ദാമുവിൻ്റെ കോടാലിയുമായി മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഇതാണ് ജലദേവത. ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണം? അയ്യോ, ഞാൻ ജലദേവതയല്ല, ഓടയിലെ ദേവതയാ. ഓടയിലെ ദേവത? ഓ, ഡ്രെയിനേജ് വാട്ടറൊക്കെ ഓടയിൽ കൂടെയാണല്ലോ പോണത്. അപ്പൊ ഇങ്ങനെ ഇരിക്കാൻ സാധ്യത ഉള്ളു. രാമു മകനെ, ഇതാണോ നിന്റെ കോലാടി? അല്ല, കോടാലി. അതെ, എന്റെ കോടാലി ഇത് തന്നെയാണ്. ഇന്നാ പിടിച്ചോളൂ. വളരെ സന്തോഷം. എന്തിനാണ് സത്യം പറഞ്ഞാൽ ഈ വനദേവത ഈ കഥയിൽ ആവശ്യമില്ല. അല്ലെങ്കിൽ വേണ്ട, ട്വിസ്റ്റല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്? വനദേവത തന്നെ കിടക്കണം. ഞാനെടുത്ത് തരാം. അയ്യോ, ഞാൻ വിചാരിച്ച് അയാൾ ചുരുട്ടിക്കുട്ടി എറിഞ്ഞപ്പോഴേ എന്നെ ഈ കഥയൊന്നും വെട്ടിക്കളയൂന്ന്. അങ്ങനെയൊന്നും ചെയ്യൂല. നല്ല മനുഷ്യനാണ്. പുള്ളിയുടെ മനസ്സിലേക്ക് വരുന്ന കഥാപാത്രങ്ങളെ പുള്ളി ഒരിക്കലും വിട്ടുകളയില്ല. ഒരിക്കലും വിട്ടുകളയില്ല. തങ്കപ്പെട്ട മനുഷ്യൻ. തങ്കപ്പെട്ട മനുഷ്യൻ. എനിക്കറിയാം. അതൊന്ന് മാറിയേക്കേ.
ഹലോ, കഥയെഴുത്തുകാരാ? വിച്ചുണ്ടോ? വിച്ച്? വിച്ചോ? എന്താ? അമൃതാഞ്ചൻ. എന്തിനാണിത്? അത് നെറ്റിയിലിടാനാ. എന്തിനാ നെറ്റിയിലിടുന്നത്? അല്ല, 24 മണിക്കൂർ ഞാൻ വെള്ളത്തിനടിയിലില്ലേ, അപ്പം ജലദോഷവും തുമ്മലൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും ഇടാനും വേണ്ടിയാ. ഈ കിരീടത്തിൽ എവിടെ കൊണ്ട് വിക്സും അമൃതാഞ്ജനും തേക്കാനാണ്? നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, പൊയ്ക്കോളൂ. ഒരു കണക്കിന് രോഗിയായ ഈ വനദേവത എന്തിനാണ്? ആവശ്യമില്ല. എടാ കാല, നിന്നെ പുലി പിടിക്കാൻ ഞാൻ മര്യാദയ്ക്ക് ഞാൻ കടലിനടി കയറിക്കൊണ്ട് ഉറങ്ങിക്കൊണ്ടിരുന്നതാ. അവനിപ്പോ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ അപമാനിക്കുന്നു. നിന്റെ കഥയിലെല്ലാം നശിച്ചു പോത്തതേ ഉള്ളൂടാ. ഞാൻ ശപിക്കുന്നു. അതേ, വനദേവത പോയി, ഇനി ഞാനിവിടെ നിൽക്കണോ? നിൽക്കണം. നിങ്ങളാണ് ഈ കഥയിലെ നായകൻ, ആണാ? മരം വെട്ടുകാരൻ രാമു. ഇനിയാണ് കഥയുടെ മറ്റൊരു ട്വിസ്റ്റിലേക്ക് കിടക്കുന്നത്. അല്ല, അപ്പൊ എന്റെ തച്ചെങ്ങനെയാണ്? ഒരു ദിവസം പണിയെടുത്ത എനിക്ക് 10-750 രൂപ കിട്ടണാണ്. ആ, ഈ വീട്ടിലെ ആ. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കഥയിലെ ആ. അന്നേരമുള്ള കാശിന്റെ വലിപ്പം അനുസരിച്ച് ആ. നിങ്ങൾക്ക് അന്നത്തെ തച്ച് തരുന്നതാണ്. സന്തോഷം. അതിന് പ്രത്യേകിച്ച് അന്വേഷണമൊന്നുമില്ല. ഇല്ല, സന്തോഷം. ദാമു അങ്ങനെ അടുത്തുള്ള അലസനും കുടുംബം നോക്കാത്തവനും ഭാര്യയെ തിരിഞ്ഞു നോക്കാത്തവനുമായ ഒരു യുവതിയുടെ വീട്ടിൽ വിറക് വെട്ടാൻ പോകുന്നു. ആ വീട്ടിലെ സുന്ദരിയായ യുവതി ദാമുവിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. ദാമു, കുറെ നേരമായി വിറക് കെട്ടി ക്ഷീണിച്ചില്ലേ? അല്പം വെള്ളം കുടിച്ചാലോ? അയ്യോ, വളരെ സന്തോഷം. ഞാൻ ഇന്ന് വരെ ഒരുപാട് സ്ഥലത്ത് പണിക്ക് പോയിട്ടുണ്ടെങ്കിലും ഞാൻ ചോദിക്കാതെ ആരും എനിക്ക് വെള്ളം തന്നിട്ടില്ല. നിങ്ങളുടെ നല്ല മനസ്സാണ്. എന്റെ നല്ല മനസ്സ് കാണാൻ ഇവിടെ ആരുമില്ല ദാമു. അയ്യോ, ആര് പറഞ്ഞു ആരുമില്ലാന്ന്? ഞാനുണ്ട്. നിങ്ങളുടെ മനസ്സ് കാണാൻ ഞാനുണ്ട്. എന്റെ ഭർത്താവിന് പോലും എന്റെ മനസ്സ് കാണണ്ട ദാമു. പക്ഷെ എനിക്ക് കാണണം. ശരിക്കും കാണണോ? എനിക്ക് കാണണം. നീ എന്റെ മനസ്സ് കാണുമോ ദാമു? കാണും. അങ്ങനെ ദാമുവും ആ അലസനായ ഭർത്താവിൻ്റെ ഭാര്യ സുന്ദരിയായ യുവതിയുമായി അടുപ്പത്തിലാകുന്നു. ദാമു, എനിക്ക് ഒരുപാട് കഥകൾ നിന്നോട് പറയാനുണ്ട്. കേൾക്കാൻ ഞാൻ തയ്യാറാണ്. എങ്കിൽ വരൂ ദാമു. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണ് നാം, വഴിവിളക്ക് കണ്ണ് ചിമ്മുമീ വഴിയിലെന്ത് നമ്മൾ പാടണം. വലയിൽ വീണ കിളികളാണ് നാം, ചിറകൊടിഞ്ഞൊരിണകളാണ് നാം, വഴിവിളക്ക് കണ്ണ് ചിമ്മുമീ വഴിയിലെന്ത് നമ്മൾ പാടണം. ഈ സമയം തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന സദാശിവൻ എന്ന പോലീസുകാരൻ, അല്ല സദാചാര പോലീസ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ശ്യാംനാഥ് കടന്നു വരുന്നു. ദാമു, നമുക്ക് എന്നും ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റുമോ ദാമു? പിന്നെ പറ്റും. രണ്ടുപേരോട് ഇവിടെ എന്താ കിടന്ന് കാണിക്കുന്നത്? കുറെ നേരമായിട്ട് കിടന്ന് കാണുന്നുണ്ട് കേട്ടോ. അല്ല, ഞാനിവിടെ വിറക് കീറാൻ വേണ്ടി വന്നതാണ്. നിന്റെ വിറകുകൾ ഞാൻ രാവിലെ മുതൽ കാണുന്നുണ്ട്. രണ്ടെണ്ണത്തിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ എനിക്ക് അറിയാൻ വയ്യായിട്ടല്ല. എന്ത് പോലീസിൽ ഏൽപ്പിക്കുന്നത്? എന്റെ വീട്ടിൽ പലരും വിടും. താനാണോ ചോദിക്കാൻ? നീ മേടിക്കരുത് എന്റെ എന്ത് മേടിക്കാൻ? നീ എന്നോ? നീ എന്ന് വിളിക്കാൻ നിനക്ക് ആരാടാ അധികാരം തന്നത്? കാണിച്ചു തരാൻ രണ്ടിനെ ഞാൻ. എന്ത് കാണിച്ചു തരാന്ന്? ആഹാ, ഇവരുടെ പ്രണയത്തിനിടയിൽ ശ്യാംനാഥിന് എന്താണ് അവകാശം അതിലിടപെടാൻ? ദാമു എന്തിനെ അറച്ചു നിൽക്കുന്നു? ശ്യാംനാഥിനെ ദാമു ഒറ്റയടിക്ക് താഴെ ഇടുന്നു. എന്നിട്ട് ആ സുന്ദരിയായ യുവതിയെ വിളിച്ചുകൊണ്ട് മരംവെട്ടുകാരൻ രാമു അവിടെ നിന്ന് പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ മദ്രാസ് മെയിൽ കാത്തുകിടക്കുന്നു. ആ ട്രെയിനിൽ കയറി നിങ്ങൾ മദ്രാസ് ചെന്ന് ഏതെങ്കിലും ഒരു കൂതറ ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കുന്നു. പോയി വരൂ, പോയി വരൂ. ടാറ്റാ ടാറ്റാ.
ഇത് എന്തോ കാണിക്കൂടെ എന്താ കാണിക്കുന്ന വരുന്നുണ്ട്? നീ ഇതെപ്പോ വന്നു? നീ ഇതെപ്പോ വന്നു? ഞാനിത് എപ്പോ വന്നു? നീ എന്താ കാണിക്കുന്ന വരുന്നുണ്ട്? ഞാനൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നേ, നല്ല ഒന്നാന്തരം ഒരു കവിത. കഥ എഴുതിക്കൊണ്ട് വന്നപ്പോഴാണ് നീ അന്ന് കയറി വന്ന് വെള്ളം ഒഴിച്ചത്. മരം വെട്ടുകാരനായ രാമു, അയാൾ മരം വെട്ടാൻ വനത്തിൽ പോകുന്നു. അയാളുടെ കോടാലിയിൽ കുളത്തിൽ പോകുന്നു. അത് വനദേവത കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് അയാൾക്ക് പണിയൊന്നുമില്ലാതെ നിൽക്കുന്നു. അപ്പോൾ അയാൾ വേറൊരു വീട്ടിൽ വിറക് വെട്ടാൻ ചെല്ലുന്നു. ആ വീട്ടിലെ സുന്ദരിയായ യുവതിയുമായി ഇവർ പ്രണയത്തിലാകുന്നു. അവർ രണ്ടുപേരും ഒളിച്ചോടി പോകുന്നു. ട്രെയിൻ കയറി അങ്ങ് പോകുന്നു. അവിടം വരെ എത്തി. പക്ഷെ ഒരു ക്ലൈമാക്സ് എത്തിയില്ല. അന്നേരമാണ് നീ വെള്ളം ഒഴിച്ചത്. ക്ലൈമാക്സ് ആയി. എവിടെയായി? എടാ, ഇവിടെ വിറക് വെട്ടാൻ വന്ന രാമു ഇല്ലയോ? നിന്റെ പെണ്ണും പിള്ള ഓട്ട മദ്രാസ് മെയിൽ കയറി പോയി. എങ്ങനെയാ? എടാ, ഇവിടെ വിറക് വെട്ടാൻ വന്ന രാമു നിന്റെ പെണ്ണും പിള്ള മദ്രാസ് മെയിൽ പോയി. നീ കഞ്ചാവ് പഠിച്ചോണ്ട് വിട്ടിരുന്നോ? എന്റെ ഭാര്യ കൊണ്ട് പോയവൻ. അതാ പോയി. അയ്യോ സുഹൃത്തെ, വലിക്കൂ, കത്തിച്ചു വലിക്കൂ. ഇനിയും നിങ്ങൾക്ക് കഥകൾ കിട്ടും, ക്ലൈമാക്സും കിട്ടും. പോടാ നാറി.